മലയാളത്തിന് അഭിമാനമായി തുടരും എമ്പുരാൻ 100 കോടി പിന്നിട്ട 17 ചിത്രങ്ങൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഇന്ത്യൻ സിനിമയ്ക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിച്ചൊരു വർഷമായി മാറുകയാണ് 2025. ജനുവരി മുതലുള്ള ആദ്യ 6 മാസത്തിൽ മാത്രം 100 കോടി കളക്ഷൻ പിന്നിട്ടത് 17 ചിത്രങ്ങൾ. ഇതിൽ 2 എണ്ണം മോഹൻലാൽ ചിത്രങ്ങളാണ് എന്നത് മലയാള സിനിമയ്ക്കും അഭിമാനമായ നേട്ടമാണ്. വിക്കി കൗശാൽ നായകനായ ചാവയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ, 693 കോടി രൂപ. രണ്ടാം സ്ഥാനത്തുള്ളത് തെലുങ്ക് ചിത്രമായ സംക്രാന്തിക്ക് വാസ്തുണം, കളക്ഷൻ 222 കോടി. 3ഉം 4ഉം സ്ഥാനത്തുള്ള സിത്താരെ സമീൻ പർ, ഹൗസ്ഫുൾ 5 എന്നീ ചിത്രങ്ങൾ 200 കോടിക്ക് മുകളിൽ പണം വാരി. 144 കോടി കളക്ഷൻ എടുത്ത മോഹൻലാലിന്റെ തുടരും ലിസ്റ്റിൽ 8ാമതാണ്. മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാന്റെ കളക്ഷൻ 126 കോടി, ലിസ്റ്റിൽ 10ാം സ്ഥാനം. 100 കോടി കടന്ന 17 ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ വർഷം ആദ്യ 6 മാസത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസ് ആകെ നേടിയത് 5723 കോടി രൂപയാണ്. മൊത്തം കളക്ഷന്റെ 39% വിഹിതവുമായി ഹിന്ദി സിനിമ ആധിപത്യം തുടരുമ്പോൾ തെലുങ്ക് 19%, തമിഴ് 17% സിനിമകളാണ് തൊട്ടു പിന്നാലെയുള്ളത്. 10%മാണ് മലയാളത്തിന്റെ സംഭാവന. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ ആകെ കളക്ഷൻ 5032 കോടി രൂപയായിരുന്നു. 2022 5738 കോടി രൂപ നേടിയതാണ് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര കളക്ഷൻ. അതായത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഏറ്റവുമേറെ കളക്ഷൻ നേടുന്നത് ഈ വർഷമായിരിക്കുമെന്ന് ഉറപ്പ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.